ടെറസുമ്മ കയറിയാൽ കുറച്ച് നാളായിട്ട് നമ്മൾ പൂക്കളുടെ പിന്നാലെ ആയിരുന്നു, പ്രത്യേകിച്ച് അഡീനിയം. ഓണായിട്ട് നമുക്ക് പൂക്കൾ മാത്രം പോരാ, പച്ചക്കറിയും വേണം. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറി നട്ടു കൊടുത്തിട്ടുണ്ട്. കയ്പ, വഴുതന, കുക്കുംബർ, തക്കാളി, വെണ്ട, മിളക്, ഇതൊക്കെയാണ് നമ്മൾ ടെറസുമ്മ വെച്ച് കൊടുത്തിട്ടുള്ള പച്ചക്കറികൾ കേട്ടോ. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് നടണേന്നുള്ളത് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പെർലൈറ്റ്, വെർമിക്കുലൈറ്റ്, വാമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ അളവും ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ വളങ്ങളാണ് നമ്മൾ കൊടുക്കാൻ പോണത്. കുറച്ച് ലേറ്റാണ് എങ്കിലും നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കായകളൊക്കെ വണ്ണം വയ്ക്കാനും നല്ലോണം കായ പിടിക്കാനും അതുപോലെ കൊഴിച്ചിലില്ലാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് വളപ്രയോഗം അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന മണ്ണ് 3-4 കൊല്ലമായിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണാണ്. അപ്പോൾ അതിൽ വളങ്ങളുണ്ടാവാം, അതേസമയം 3-4 കൊല്ലം റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതിൻ്റെ കുഴപ്പങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അതേ മണ്ണ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കൂടുതൽ വളങ്ങൾ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മണ്ണെടുത്തിട്ടുണ്ട്, ഒരു പാത്രം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, വെണ്ണീർ എടുത്തിട്ടുണ്ട്, വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർന്നിട്ടുള്ളൊരു മിക്സറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 10 ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് നമ്മൾ മണ്ണെടുത്തിട്ടുള്ളത്. അതേ ബക്കറ്റ് കൊണ്ട് തന്നെ ഒരു ബക്കറ്റ് ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ചാണകപ്പൊടി ഇപ്രാവശ്യം കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവർ ജൈവവളം എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അതിൽ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള വളങ്ങളും കൂടിയും കുറേശ്ശെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വെണ്ണീർ എടുക്കായാലും ചാണകപ്പൊടി എടുക്കായാലും പഴകിയ വെണ്ണീറും ചാണകപ്പൊടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴകിയത് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചെടികൾക്കത് ആഗിരണം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കമ്പോസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പക്ഷേ കമ്പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ പഴകിയത് എടുക്കുക. എന്ന് വെച്ചാൽ വെണ്ണീറൊക്കെ പ്രത്യേകിച്ച് പഴകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പുളിരസം നിന്ന് കഴിഞ്ഞാൽ വേരുകളൊക്കെ പൊള്ളിപ്പോവാനും നശിച്ചു പോകാനും ചെടി നശിച്ചു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയാവുന്നതും 1 കൊല്ലോ ഒക്കെ ആയ ചാണകപ്പൊടിയും വെണ്ണീറൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് കമ്പോസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ എടുക്കണത് ഒരു പാത്രത്തിൻ്റെ അളവിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇട്ട് കൊടുക്കണ പാത്രം നമ്മളത് അളവിനായിട്ട് എപ്പോഴും വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വാമും കുറച്ച് സുഡോമോണോസും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാമ് ചെടികളുടെ വേരിനും സുഡോമോണോസ് ചെടികളുടെ ഓവറോൾ വളർച്ചയ്ക്കും ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ ഇതൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കണത്. 2 പാത്രം അല്ലെങ്കിൽ 2.5 പാത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം കൊണ്ട് ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് നമ്മൾ വേപ്പിൻ പിണ്ണാക്കും നമ്മൾ കുക്കുംബറിന് ഉപയോഗിക്കാറില്ല. എന്നുവെച്ചാൽ കുക്കുംബറിന് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുമ്പോൾ കുക്കുംബറിൽ ചെറിയൊരു കയ്പ്പ് രസം വരുന്നുണ്ടോ എന്നൊരു സംശയമുള്ളത് കൊണ്ടാണ്. ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേപ്പിൻ പിണ്ണാക്ക് കുക്കുംബറിൽ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ കുക്കുംബറിന് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളതിലാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഏത് വളങ്ങൾ ഇട്ട് കൊടുത്താലും അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ചൂടുണ്ടാവും ഗ്രോ ബാഗിൽ. അപ്പോൾ ആ ചൂട് വേരുകൾ പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നനച്ചു കൊടുക്കണം എന്ന് പറയണത്. അപ്പോൾ എല്ലാ ചെടികളും നനച്ചു അതിന് ശേഷമാണ് നമ്മൾ റോസിനെ വളങ്ങൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കിനി റോസിനെ നോക്കാം. റോസിൻ്റെ സ്ഥിതി വളരെ ശോചനീയമാണ്. അപ്പോൾ ഒന്ന് ഹെൽത്ത് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കെമിക്കൽ വളമായിട്ടുള്ള യൂറിയയാണ്. 1 സ്പൂൺ യൂറിയ 1 ലിറ്റർ വെള്ളത്തിലേക്ക് എന്നുള്ള കണക്കിലാണ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞു കേട്ടത്. പക്ഷേ നമ്മളിവിടെ ആഡ് ചെയ്യണത് 10 ലിറ്ററിൻ്റെ ബക്കറ്റിലേക്ക് 5 സ്പൂണേ നമ്മൾ ആഡ് ചെയ്യണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ വളങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറഞ്ഞ അളവിൽ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം പതുക്കെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് ചെടികൾ അടിച്ചു പോവാതിരിക്കാൻ നല്ലത്. അപ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ താഴെയുള്ള കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് കൊണ്ട് 3 ചെടിക്ക് എന്നുള്ള ലെവലിൽ നമ്മൾ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെയൊക്കെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.